ഗണപതി സ്വാമി ജനത്തിന് ശൈലപദത്തിൽ സ്വാഗതമോടുന്നു മോദമോദമേകുന്നു വിനയുടെ ഹാരകനാകുന്നു പമ്പാ ഗണപതി പമ്പാ ജലപതി തുമ്പിയുയർത്തുന്നു. കാഞ്ഞങ്ങാട് താലൂക്ക് സമ്മേളനം ഇതിനായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ താലൂക്ക് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ജില്ലാ സമ്മേളനത്തോടുകൂടി നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ദിവസത്തോടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വൈക്കത്ത് വെച്ച് നടത്തുന്നതാണ് തീയതി പിന്നെ അറിയിക്കുന്നതായിരിക്കും. അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് എസ് സോമൻ അവരാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന തീവ്രസോട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് US ബാലൻ അവരാണ്. അദ്ദേഹത്തിനും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആശംസാ പ്രസംഗം നടത്തുന്നത് നമ്മുടെ ദിവസയുടെ ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ അവരാണ്. അദ്ദേഹത്തിനും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കെ രാജേഷ് സംസ്ഥാന കൗൺസിൽ അംഗമാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ നേർന്ന് സംസാരിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള ക്ഷേത്ര പ്രസിഡന്റുമാരാണ്. നമ്മുടെ കോട്ടിക്കൽ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് VR സുരേന്ദ്രനാഥ് അവരുടെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യും. താലൂക്കിന്റെ സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടന്നത്. ഇനിയിപ്പോൾ ഈ താലൂക്ക് സമ്മേളനം കഴിഞ്ഞാൽ നമുക്ക് ജില്ലാ സമ്മേളനം കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം സ്വതന്ത്രം നടക്കും. എന്ത് പറഞ്ഞു ചെയ്യും. സാഹിത്യത്തിലാണ് സമുദായം പോകുന്നത്. ഞങ്ങൾക്ക് 10-50 കൊല്ലമായി നെടുകാനാണ് നടക്കുന്നത്. എന്നിട്ട് 1984 ഞാനും വന്നത് നമ്മുടെ പ്രിയങ്കരാജ് എടുത്ത് ചാടിക്കാൻ സാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ +2 തന്നെ ഉന്നത മാർക്കായ കുട്ടികൾക്ക് നമ്മൾ അതിൻ്റെ ഇത് ട്രോഫി മറ്റൊക്കെ കാര്യങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആകെ 7 കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. നാളെ ആർക്കാണ് കഷ്ടപ്പെടുന്നത്? ആർക്കാണ് കഷ്ടപ്പെടുന്നത്? അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ മറ്റുള്ള ഞങ്ങൾക്ക് ചിമ്മണ കിട്ടുന്നത്, ഞങ്ങൾക്ക് മണ്ണെണ്ണ കിട്ടുന്നത്, മണ്ണെണ്ണയും ചിമ്മണയും വേണ്ട ആവശ്യമില്ല. ഈ 74 മുതൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചതെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ ഗ്രാജുവേഷൻ BA BSc കഴിയും. BA BSc കഴിഞ്ഞാൽ എന്ത് വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഏത് കളക്ടർ വെറും BA BSc മാത്രമേ പഠിപ്പുള്ളൂ. അങ്ങനെ IAS ഉദ്യോഗസ്ഥന്മാരെ കാര്യം മാറ്റാനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ സമുദായം മുന്നോട്ട് പോകില്ല. എപ്പോഴും ഒരു പുച്ഛ രീതിയിലാണ് മറ്റുള്ളവർ കാണുന്നത്. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്തില്ല പറ്റില്ല. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് നമുക്ക് പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. 1974 ഞങ്ങൾ ഇത് മഞ്ചേശ്വരത്ത് ജാഥ പുറപ്പെട്ടപ്പോൾ അന്ന് ഒരൊറ്റ ആവശ്യമേ ഉന്നയിച്ചിട്ടുള്ളൂ. അതായത് ജീവിക്കുക. അച്ഛനന്മാരത് ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ എങ്ങനെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അച്ഛനന്മാർ ജനിച്ച ഉടൻ തന്നെ കള്ളിക്കേറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം? ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ കള്ളിക്കേറുവാണെന്ന് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? എന്തായിരിക്കും? അതാണ്
ആ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. ആ സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ സമുദായം നശിച്ചു എന്ന് പറയാം, യാതൊരു സംശയമില്ല. ഇത്രയും 1974 മുതൽ 1924 വരെ 40 കൊല്ലം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസ ആനുകൂല്യം തന്നിട്ട് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്താ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നത്? 40 കൊല്ലമായി ഈ വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടിയിട്ട് ഞങ്ങളതിന് ഓരോ കാര്യങ്ങൾക്ക് ഇപ്പോൾ 1974 കിട്ടിയതിനു ശേഷം ഈ 2% MBBS, MD, MSc ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് സമ്മേളനം ലഭിച്ചാൽ മതി. ആ സമ്മേളനം കൂടെ ഇപ്പോൾ നിങ്ങളിങ്ങനെ പോയാൽ യാതൊരു സംശയമില്ല, ഗവൺമെന്റ് അത് വലിയ സാമ്പത്തിക ബാധ്യതകളാണെന്ന് എപ്പോഴും റദ്ദ് ചെയ്ത് പോയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആലോചിച്ചു. ഇപ്പൊ കോടികളിൽ ഭയങ്കര അലങ്കാരമായിട്ടുള്ള ഒരു ഇതാണ്. 2 കുട്ടികളെ MBBS പഠിക്കാന്ന് വെച്ചാൽ ചെറിയ കാര്യമില്ല. വേറെ ഏത് കാര്യത്തിനും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അത് നേടിയെടുക്കണം. ഓരോരോ കാര്യങ്ങളിൽ അവർക്ക് ഒരു കുട്ടിയെങ്കിലും പഠിപ്പിക്കാൻ സാധിക്കണം. ഞാൻ നമ്മുടെ നാരായണപുരത്ത് തിരക്കുകൊണ്ട് പോയി മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ ആരും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അത് മറച്ചു വെക്കേണ്ട, അത് എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ റദ്ദാക്കിയാൽ അത് നിങ്ങൾക്ക് ഉള്ള സാഹചര്യത്തിൽ ഇല്ലാതാവും. വിദ്യാഭ്യാസ ആനുകൂല്യത്തിൽ ഒരു സമൂഹ പുരോഗതി നേടണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ആ വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ആനുകൂല്യം നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ വേദിയിലുള്ളവർ ഞങ്ങളിപ്പോഴും ഒക്കെ ഒട്ടുകാലം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും അലങ്കരിക്കണമെങ്കിൽ അതിൻ്റെതായ വിദ്യാഭ്യാസ ആനുകൂല്യം വേണം. നിങ്ങൾക്ക് IAS പോകാനുള്ള സാഹചര്യം, IFS പോകാനുള്ള സാഹചര്യം, IPS പോകാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു മനോഭാവമാണെങ്കിൽ ഒരു കാലത്ത് ഈ സമൂഹം മുന്നോട്ട് പോകില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇപ്പൊ ഞാനൊക്കെ 1947 ജനിച്ചതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ജനിച്ചതാണ്. അന്ന് ഞങ്ങൾ അച്ഛനന്മാർക്കും അധ്വാനിച്ച് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം തന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. സൗജന്യമായ വിദ്യാഭ്യാസം ലഭിച്ചിട്ട് അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഏത് കോഴ്സിലും, അതായത് PhD വരെയുള്ള കോഴ്സിന് നിങ്ങൾക്ക് പോകാനുള്ള തിരുവനന്തപുരം വരെ ഒരു മാസം വാഹനത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ഓരോ നാട്ടിലേക്ക് വന്നുകൊണ്ടാണ് ആ ആനുകൂല്യം നേടിയത്. ഫെബ്രുവരി 15-ാം തീയതി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് മാർച്ച് 15-നാണ് സെക്രട്ടറി മെഡിക്കൽ നമ്മൾ എത്തിച്ചേർന്നത്. മാർച്ച് 13-ാം തീയതി ആകുമ്പോഴത്തേക്കും ഗവർണർ ഒപ്പിട്ട് തന്നു, ഇതാ നിങ്ങൾക്ക് അതിന് രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ആനുകൂല്യം തന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ അത് മറക്കരുത്. ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ ഒരു മാസം യാത്ര ചെയ്യാണ് ഞങ്ങൾ. ആ യാത്രയിൽ തുടർച്ചയായിട്ടാണ് നമുക്ക് ഈ ആനുകൂല്യം കിട്ടിയത്. ഇപ്പൊ +2 നിങ്ങൾക്ക് പോയാൽ സുഖമായിട്ട് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടുന്ന വെച്ചാൽ വെറുതെ കിട്ടുന്നതല്ലത്, ഇത് വിദ്യാഭ്യാസത്തോടെ ഒറ്റ പ്രവർത്തനമാണ്. നിങ്ങൾക്കിപ്പോൾ ATM കാർഡ് തരുന്നുണ്ട്. ആ ATM കാർഡിൽ കിട്ടിയാൽ അവരുടെ ഫീസ് തരുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വിദ്യാഭ്യാസ ആനുകൂല്യം നൽകുക എന്നുള്ളതായിരുന്നു. ആ ആനുകൂല്യം നമ്മൾ ഒരു മാസം ഓരോ നാട്ടിലും പോയിട്ട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് അത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ചാലും മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ സമരപരിപാടികൾ ആവിഷ്കരിച്ച് നീളാലും അങ്ങനെയൊന്നുമില്ലെങ്കിൽ എന്താ കാര്യങ്ങൾ? അതിനുശേഷം നമ്മൾ ഈ 2% റിസർവേഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ പോയി ധാരണ ചെയ്തു. ആ ധാരണയുടെ ഫലമായിട്ടാണ് 2% റിസർവേഷൻ കിട്ടിയിരിക്കുന്നത്. അത് ഏറ്റെടുക്കാൻ നിങ്ങൾ ആരും തയ്യാറില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? നമ്മുടെ 10 അവാർഡ് വിഭാഗങ്ങളായിരുന്നു. മറ്റേ മഞ്ചേശ്വരം പോയാൽ നമ്മുടെ ബോവിഷം എന്ന് വിളിക്കും, ഉപ്പളയിലെത്തിയാൽ നമ്മളെ മുഖവീരം എന്ന് വിളിക്കും, അവിടുന്ന് കുമ്പളെത്തിയാൽ മുക്കം എന്ന് വിളിക്കും, നമ്മുടെ നെല്ലിക്കുന്നെത്തിയാൽ മുക്കാന്ന് വിളിക്കും, മറ്റേ മുഖവീരാന്ന് വിളിക്കും, മുഖേന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരിലായിരുന്നു നമ്മൾ അറിയപ്പെടുന്നത്.
അതിനുവേണ്ടി നമ്മൾ സമരം ചെയ്തു. ആ സമരം ചെയ്തത് അന്ന് ഈ CAK ആയിരുന്നു മുഖ്യമന്ത്രി. CAK വീട് സമരം ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രി അജ്ഞാനം ചോദിച്ചു, നിങ്ങളുടെ നിങ്ങൾ 5-6 ആവശ്യം പറഞ്ഞിട്ടുണ്ട്, ഏതാവശ്യം നിങ്ങൾക്ക് പറ, ഏതാണ് പ്രധാനപ്പെട്ട ആവശ്യം നോക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ 10 അവാന്തര വിഭാഗങ്ങളിൽ ധീവരാന്ന നാമകേന്ദ്രം അത് ചെയ്യാൻ നോക്കാം. അത് ഞാൻ ചെയ്തു തരാൻ നോക്കാം. അങ്ങനെയാണ് നമുക്ക് ആ ധീവരാന്നുള്ള നാമധേയം കിട്ടിയിരിക്കുന്നത്. ഇത്ര ഓരോ ആവശ്യങ്ങളും ഭയങ്കര കഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെട്ട് വേണ്ടി ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നെങ്കിൽ വളരെ കഷ്ടമുണ്ട്, വളരെ സങ്കടമുണ്ട്, വളരെ ദുഃഖമുണ്ട്, വളരെ ഖേദകരമുണ്ട്. കാരണം നിങ്ങളുടെ ഓരോ ഇപ്പം നിങ്ങൾ അധ്വാനിച്ചിട്ട് ഇവിടെ കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് നാട്ടുകൾ നമുക്ക് സംഘടിക്കാൻ സാധിക്കും. അവർ വിളിച്ചാൽ, അവർ സംഘടന വിളിച്ചാൽ അവർ റെഡിയാക്കി എത്തുന്നുണ്ട്, അവർക്ക് ആ കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ഒരു സീറ്റ് തരാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. പണ്ട് നമുക്ക് പുന്നപ്പുഴയിൽ അമ്പലപ്പുഴയിൽ അവരെവിടെയെങ്കിലും കയറിപ്പറ്റും, ഏതെങ്കിലും ജോലിയിൽ കയറിയിട്ട് അവന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമായിരുന്നു. അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് സമുദായത്തിന് പുരോഗതി നേടാൻ സാധിക്കുള്ളൂ. ഇവിടെ പ്രസിഡന്റ് സ്വാമി സൂചിപ്പിച്ചു, അതായത് 50 കൊല്ലമായി ഈ ജീവിതസഭ രൂപീകരിച്ചുകൊണ്ട് മാതൃഗണനാണ് രൂപീകരിച്ചത്. ഈ 50 കൊല്ലം ഞങ്ങൾ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ 50 ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിനും അതേമാതിരി സമുദായത്തിനും അതേമാതിരി തൊഴിൽപരമായിട്ടും 500-ലധികം 100-ലധികം ആനുകൂല്യങ്ങൾ നമുക്ക് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുണ്ടാക്കിയെടുത്താൽ വളരെ ബുദ്ധിമുട്ട്, വളരെ സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പഴയ രീതിയിലുള്ള പരമ്പരാഗത രീതിയിലുള്ള മത്സ്യബന്ധനമൊക്കെ മതിയാക്കിയിട്ട് അവരൊക്കെ കണക്കാരായി മാറി. പിന്നെ നമുക്ക് മണ്ണെണ്ണ പെർമിറ്റ് ഉണ്ടായപ്പോൾ കുറേ ആളൊക്കെ മണ്ണെണ്ണ പെർമിറ്റ് ഉപയോഗിച്ച് കടന്നെടുക്കുന്ന ചുറ്റുപാട്. ഇപ്പം അതൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതൊക്കെ നമുക്ക് പുനഃസ്ഥാപിക്കണമെങ്കിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഇന്നത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഫിഷറീസ് മന്ത്രി സാഹിത്യത്തിന്റെ എല്ലാ തീരദേശ പ്രദേശങ്ങളിലും പ്രത്യേക യോഗങ്ങൾ ചേർന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി ആളുകൾ നിവേദനം കൊടുത്തിരുന്നു. ആർക്കും ഒരു ആനുകൂല്യം ഇത് കിട്ടിയിട്ടില്ല. ഇപ്പൊ വീണ്ടും പുതിയൊരു നിയമസഭ ഇലക്ഷൻ വരാകുമ്പോൾ UDF പ്രതിപക്ഷത്തിരിക്കുന്ന UDF ആലോചിക്കുന്നു, തീരപ്രദേശത്ത് കൂടി ഒരു യാത്ര പോകണമെന്നാണ് അവർ ആലോചിക്കുന്നത്. എന്തുകൊണ്ട്? തീരപ്രദേശത്തുള്ള ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആലോചിച്ചുകൊണ്ട് UDF ഒരു ഭാഗത്ത് രംഗത്ത് വരാൻ പോവുകയാണ്. അപ്പോ മത്സ്യബന്ധന മേഖല വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസപരമായി നമുക്ക് OEC മുതലുള്ള ആനുകൂല്യങ്ങൾ 81-82 കാലഘട്ടത്തിൽ കിട്ടിയപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ മലബാർ മേഖലയിൽ സാധിച്ചിട്ടില്ല. ആ മലബാർ മേഖലയിലുള്ള ഒട്ടനവധി സമുദായങ്ങൾ, അതിൽപ്പെട്ട വകയ സമുദായക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് അവരുടെ കുട്ടികൾ MBBS-നും ഡോക്ടർമാരാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതറിയാം. കാടങ്കോട്, കടിഞ്ഞിക്കടവ്, തൃക്കരിപ്പൂര് ഈ ഭാഗങ്ങളിലൊക്കെ ഒട്ടനവധി ആളുകൾ ഈ വിദ്യാഭ്യാസ ആനുകൂല്യത്തിലൂടെ ഡോക്ടർമാരായിട്ടുണ്ട്. അതുപോലെ തന്നെ മീനാപ്പീസിൽ ബത്തേരിക്കൽ കടപ്പുറമുള്ള ഒരു കുട്ടി ഡോക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് കോട്ടിക്കുളത്തും 2 കുട്ടികൾ MBBS ചേർന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ നമ്മുടെ കുട്ടികൾ വളർന്ന് അവർ ഡോക്ടർമാരായി വരുമ്പോൾ ആ സമുദായ സംഘടന ഉണ്ടാക്കിയ നേട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധീവരസഭ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുൻകാലങ്ങളിൽ പറയുണ്ടായി മണ്ണെണ്ണ കിട്ടുന്നില്ലെങ്കിൽ ധീവരസഭയോട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് മണ്ണെണ്ണ കിട്ടുന്നില്ല, ധീവരസഭ ഇടപെടണം. ഇന്നെന്താണ് മണ്ണെണ്ണ അവസ്ഥ? അന്ന് നമുക്ക് പ്രത്യേകിച്ചിട്ട് മണ്ണെണ്ണ കിട്ടാനുള്ള പെർമിറ്റുകളും മത്സ്യപ്പഴയിലൂടെ മണ്ണെണ്ണയൊക്കെ കിട്ടുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് അന്ന് മുൻതൂക്കം കൊടുത്തിരുന്നു. ഉമ്മൻചാണ്ടിയും കേരളൊക്കെ ഭരിക്കുമ്പോഴും നായനാർ ഭരിക്കുമ്പോഴൊക്കെ നമുക്ക് മണ്ണെണ്ണ കിട്ടിയിരുന്നു. ഇപ്പൊ 10 വർഷത്തിനിടയിൽ നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നില്ല. ഇപ്പൊ പറയും കേന്ദ്രം തരുന്നില്ല, കേരളത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതൊന്നുമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലും മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ കൊടുക്കുന്നുണ്ട്. അത് അവിടെയുള്ള ഗവൺമെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡിയോട് മണ്ണെണ്ണ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ കൊടുക്കുന്നില്ല.
അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മള് സമുദായ സംഘടന വളർന്ന് വലുതായാൽ മാത്രമേ ഇവിടെയുള്ള CITU-കാരനോ INUC-കാരനോ BMS-കാരനോ തീവ്ര സമുദായത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണ് ഉൾക്കൊള്ളൊന്നും അറിയില്ല. അവരൊക്കെ അവരുടേതായ ആക്ഷൻ ചെയ്യുമ്പോഴാണ് പോകുന്നത്. സമുദായത്തിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും മൊത്തമായ കാര്യങ്ങൾ പറയണമെങ്കിൽ തീവ്രസഭയ്ക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. തീവ്രസഭ മാത്രമേ പറയുകയുള്ളൂ. അതാണ് ഇന്നത്തെ അവസ്ഥ. ആ അവസ്ഥ നമ്മൾ പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രവർത്തനം മുന്നോട്ട് വരണം. ഇന്ന് കടയിൽ പോയാൽ മത്സ്യം കിട്ടുന്നത് വളരെ കുറവാണ്. മണ്ണെണ്ണയുടെ വിലയാണെങ്കിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൊസൈറ്റി ആയാലും മത്സ്യപ്പെട്ടതായാലും ഒരുപാട് ആളുകൾ കടബാധ്യതയിൽപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. പല ആളുകൾക്ക് പണ്ഡിറ്റ് കറുപ്പൻ, ശ്രീ മാതാ മുതാരം വഴി ഇവരൊക്കെ ഈ സമൂഹത്തിൽ ജനിച്ചവരാണ് എന്നുള്ള വസ്തുത നമ്മളിൽ പലരും അറിഞ്ഞിരിക്കുന്നില്ല. ഇന്ന് ഒന്നും വളരെ ചെറിയ വിദ്യാഭ്യാസമുള്ള മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ വരെ എത്തിയിട്ട് അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അവർ ദീപനാണ്. അതുപോലെ തന്നെ വേദങ്ങളും ഇതിഹാസങ്ങളും എഴുതിയ വേദവ്യാസൻ ഈ സമൂഹത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി കായലിൽ ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തുകയും അതിലൂടെ അയാൾ ജയിച്ച കവിത അന്നത്തെ രാജാക്കന്മാരുടെ മുമ്പിൽ പാടി ആ കവിതകളൊക്കെ ആധാരമാക്കിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് എറണാകുളത്ത് വൈപ്പിൽ ഏകദേശം 25 സെന്റ് സ്ഥലവും മനോഹരമായ ഒരു ബിൽഡിങ്ങും പണ്ഡിറ്റ് കറുപ്പന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അവസരം കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ സമൂഹം ഒട്ടനവധി നേട്ടങ്ങൾ നേടിക്കഴിഞ്ഞു. പല സമുദായങ്ങളും പറയുന്നു നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്ന്. നമ്മളുടെ പോരായ്മ നമ്മൾ സംഘടിച്ച് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എങ്കിലും ഓരോ കരയോഗങ്ങളും ഇപ്പോൾ ഇവിടെ 4 കരയോഗത്തിന്റെ പ്രസിഡന്റുമാരും ഭാരവാഹികളും ഇവിടെ വന്നിട്ടുണ്ട്. അവരെങ്കിലും വരും കാലങ്ങളിൽ സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വേണ്ടുന്ന സഹകരണം ഞങ്ങൾക്ക് തരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അടുത്തായി ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി കെ രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി, ധീവരസഭയുടെ കാസർഗോഡ് ജില്ല. ഒരു പ്രസ്ഥാനമാണ് ധീവരസഭ. ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ എല്ലാവരും മുൻപന്തിയിൽ വരണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. ഇത് നമ്പർ കൊടുക്കണം. ഇത് പല പഞ്ചായത്തുകളും ഈ ഓർഡർ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോലെയുള്ള മെമ്പർമാർ ഇത് അറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ ഓടി വെക്കും. കാരണം അവർ അവരുടേതായ രീതിയിൽ പോകും. അതൊക്കെ പരിശോധിച്ചുകൊണ്ട് പഞ്ചായത്തിൽ പോയിട്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മളെ തൊഴിലാളി മേഖലയിൽ ആളുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നില്ല, സ്ഥിരമായി നമ്പർ കൊടുക്കുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഭാപ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ സഭയുടെ സംസ്ഥാന സമ്മേളനം ജനുവരിയിലോ ഡിസംബറിലോ കോട്ടയത്ത് വെച്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തന്നെ ധീവരസഭയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ മുൻപേ സാമുകുട്ടി മാഷ് പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് കലയോഗയും സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ നല്ലൊരു പ്രക്ഷോഭമാണ് നടത്തിയത്. നമ്മുടെ കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ നേടുന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായി പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പരേതനായ ശ്രീ കെ സാമിക്കുട്ടി മാസ്റ്ററുടെ നാമോദയത്തിൽ SSLC +2 കുട്ടികൾക്ക് ഇവിടെ മെമ്മൻറ്റോ നൽകുകയാണ്. ആ കുട്ടികൾക്ക് എല്ലാവിധ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ധീവരസഭ. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ധീവരസഭയെ ഒരു മന്ദഗതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ തന്നെ ഞങ്ങളുടെ നാട്ടുകാർ കൂട്ടുകാർ പലരോടും ഞാൻ അപേക്ഷിച്ചു നോക്കി. കാരണം US ബാലാടൻ കുറച്ച് ആൾക്കാരായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു. അവരെ കാര്യങ്ങൾ ജില്ലാ സമ്മേളനം കൂടിയാണ്. നിങ്ങളുടെ സഹകരണം ഇന്നും ഉണ്ടാവണം. ഞാൻ സമ്മതിക്കുകയും ചെയ്തു.
ഞാൻ ഓരോ വ്യക്തികൾക്കും ആരും ഒരു താല്പര്യം കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമല്ല. കാരണം ഞാൻ വളരെ കാലം പുറത്തായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇത് ഉദ്ദേശിച്ചുണ്ടാവും. ദൈവസഭ നിലനിൽക്കണം. മണ്ണെണ്ണക്കാലത്ത് നമ്മുടെ കയ്യിൽ നമ്മൾ ഈ മദ്യമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ കാലങ്ങൾ മാറിപ്പോകുന്നു, സാമുദായിക ഐക്യം വളർന്നുകൊണ്ട് ഇന്ന് ഈ SNDP നേതാവ് വെള്ളപ്പള്ളി ഗണേശ് കാരണം അത്രയും പ്രബലമായ ശക്തിയാണ് അവർക്ക്. നമ്മുടെ സമുദായ നേതാക്കൾക്ക് ശക്തിയല്ല, അവർക്ക് ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ മാനസികമായി അവരുടെ സമയങ്ങൾ വേസ്റ്റാക്കി സമുദായത്തിനുള്ളിൽ ചെയ്യണമെന്നെങ്കിലും അവർക്ക് കിട്ടുന്ന നിത്യമായ അനുഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പണ്ട് ആ കാലഘട്ടത്തിലെ കരയോഗത്തിൻ്റെ ആ ഐക്യം എന്തുകൊണ്ട് ഈ ഭാഗത്ത് പോയി എന്നത് നമ്മൾ പഠിക്കേണ്ട കാലഘട്ടമാണ്. ഇതിപ്പോൾ ഇത് എത്രാമത്തെ താലൂക്ക് സമ്മേളനമാണ് ഇതുവരെ സ്വാഭാവികം ഒരുപാട് വർഷങ്ങളായി. നമ്മൾ സമുദായത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അന്ന് എല്ലാ സമുദായത്തിനും എല്ലാ നമ്മുടെ ആൾക്കാർക്കെല്ലാം വളരെ താല്പര്യത്തോടെ ഈ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയത്തിന്റെ പ്രസ്ഥാനത്തിനേക്കാൾ കൂടുതൽ സമുദായ സ്നേഹം അന്ന് ജനങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ന് എല്ലാ സമുദായങ്ങളും അവിടെ അവകാശം നേടിയെടുക്കുന്നത് സാമുദായിക ഐക്യത്തിലുള്ള രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരാകുന്ന പോലും സമുദായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഇനി ആനുകൂല്യം പിടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു സഹായം വേണം. അതുപോലെ ഹാർബർ എത്രയോ കാലങ്ങളായി കോട്ടിക്കുളം 2 പരിശോധന വെച്ച് 3-ാം പരിശോധന നിന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിന് ഒരു സപ്പോർട്ട് ആരും ചെയ്യുന്നില്ല. രാഷ്ട്രീയപരമായി പോവുകയാണെങ്കിൽ അവിടെയും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, പൂർണ്ണമായ സപ്പോർട്ട് കിട്ടുന്നില്ല. വിവരസഭയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് ആൾക്കാർ വളരെ സഹകരണം വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് നമുക്ക് പ്രചോദനം നൽകണം. എന്നാലേ അവരുടെ ഒരു സപ്പോർട്ടും നമ്മുടെ സമുദായത്തിൻ്റെ സപ്പോർട്ടും വിവരസഭയുടെ സപ്പോർട്ടും അതുപോലെ രാഷ്ട്രീയ പാർട്ടിയും എല്ലാവരും കൂടി സഹകരിച്ചാൽ മാത്രമേ ഹാർബർ നടക്കുകയുള്ളൂ. കോട്ടിക്കുളം മേഖല ഹാർബർ നിർബന്ധമാണ്. അതുപോലെ അജാനുകാരൻ പറയുന്നുണ്ട്. നമ്മളൊരു സമരപരിപാടിയായി മുമ്പോട്ട് പോയി അത് വളരെ സക്സസ് ആയിരുന്നു. അത് മാത്രം പറയും. ഇനിയും പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തുടർച്ചയായി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ കാര്യം. പക്ഷേ അതിൽ കടപ്പുറത്ത് വരുന്ന കുട്ടികളെ പ്രത്യേകം എടുത്ത് പറയാൻ പറ്റും. ഒന്നാമത് ആ സംസാര രീതി, പിന്നെ കുട്ടികൾ തമ്മിൽ വിളിക്കുന്ന വിളി, ദേഷ്യം വരുമ്പോൾ വിളിക്കുന്ന തെറി, ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഇത് കടപ്പുറത്തെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു ആശംസ ലഭിച്ചുകൊണ്ട് മാതാപിതാക്കളോട് എനിക്കൊന്ന് പറയുവാനുള്ളത് അവരവരുടെ കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് എനിക്ക് പറയുവാണ്. അതുപോലെ ഇപ്പോൾ SSLC അതുപോലെ തന്നെ +2-ന് A+ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും
നാളിൽ എത്ര 10 ആൾക്കാരുണ്ട്, നാളിൽ 10 ആൾക്കാർ. ആ 10 ആൾക്കാരിൽ എല്ലാ കഴിവും ഈ സംസ്ഥാന പുറത്തുനിന്ന് നമുക്ക് 2% സംവരണമുണ്ട്. 2% സംവരണത്തിൽ ഏകദേശം 50-60 സീറ്റും നമ്മുടെ കുട്ടികൾക്ക് MBBS ലഭിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 1984 വിദ്യാഭ്യാസ ആനുകൂല്യം നടത്തുന്ന ഒരു സംഘടനയാണ്. ജീവസമ്പാദത്തിൽ മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.